ഞങ്ങൾ രാവിലെ തന്നെ റെഡിയായി എങ്ങോട്ടാന്ന് വെച്ചാൽ ഇവിടെ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, ദൈവദശക ആലാപന മത്സരം. രാവിലെ തന്നെ ഞങ്ങൾ ഇന്ന് അങ്ങോട്ടാണ് പോയത്. ഞാനല്ല, ഈ പോകുന്ന ആളാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നിട്ടുള്ളത്. ഇവിടെ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങൾ നേരത്തെയാണ് എത്തിയത്. ഓരോരുത്തരായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 10 മണി കഴിഞ്ഞിട്ടായിരുന്നു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ എല്ലാവർക്കും കൊടുക്കാനുള്ള ചെസ് നമ്പറൊക്കെ തന്നു. പിന്നെ ഈശ്വര പ്രാർത്ഥനയും ചൊല്ലണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈശ്വര പ്രാർത്ഥന ചൊല്ലാനായി ഇവിടെ ഒരു ചേച്ചി ബുക്കൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് നോക്കിയിട്ടാണ് ഈശ്വര പ്രാർത്ഥന ചെല്ലാൻ പോയത്. അതിന് മുന്നേ ആയിട്ട് അവിടെ വിളക്ക് കത്തിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഈശ്വര പ്രാർത്ഥനയും കഴിഞ്ഞിട്ടാണ് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. ആലപ്പുഴ ജില്ലയിലെ പല സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് പേര് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇവിടെയുള്ള സ്കൂളുകളിൽ ബുക്കും പേനയൊക്കെ ഇവിടുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ടീച്ചേഴ്സാണ് കേട്ടോ ബുക്കൊക്കെ വാങ്ങിക്കാൻ വന്നിട്ടുള്ളത്. അവർക്ക് ആ ബുക്ക് കൊടുക്കുന്ന ആളാണ് കേട്ടോ എൻ്റെ അച്ഛൻ. അത് കഴിഞ്ഞ് പിന്നെ ഓരോരുത്തരും സംസാരിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. ഇതിൽ ചെറിയ കുട്ടികൾ തൊട്ട് സീനിയർ സിറ്റിസൺസ് വരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം കുട്ടികളുടെ സെക്ഷനാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനിടക്ക് നമ്മളൊരു ചായ കുടിച്ചു. അപ്പോൾ ഒരാൾ ചെസ് നമ്പർ വാങ്ങാൻ പോയിട്ടുണ്ട്. 46 ആണ് ചെസ് നമ്പർ കിട്ടിയിട്ടുള്ളത്. അവൾക്ക് പിന്നെ പാട്ട് പാടാൻ ടെൻഷനൊന്നുമില്ല, ഭയങ്കര കൂളായിട്ട് പോയി പാടിയിട്ട് വന്നു കേട്ടോ. അവൾക്ക് 3rd പ്രൈസ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ചുമ്മാ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്നോർത്താണ് ആൾ വന്നത്, പക്ഷേ 3rd പ്രൈസ് കിട്ടി. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട്. അങ്ങനെ ഉച്ചയായപ്പോഴത്തേക്കും പ്രോഗ്രാമൊക്കെ തീർന്നു. അപ്പോൾ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവുകയാണ്. ഇതിന് താഴെ തന്നെ ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അച്ഛൻ ഞങ്ങൾക്ക് ഫുഡ് വാങ്ങി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോവാണ്. ഇവിടുന്ന് വീട് ഒരുപാട് ദൂരമൊന്നുമില്ല, അടുത്ത് തന്നെയാണ്. ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ 2:30 കഴിഞ്ഞു. നല്ല വിശപ്പുണ്ടായിരുന്നു. ആദ്യം തന്നെ ഞാൻ വന്നിട്ട് പായസം കുടിച്ചു. അങ്ങനെ ചോറൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഉറങ്ങി എണീറ്റപ്പോൾ അങ്കും കാച്ചും എത്തിയിട്ടുണ്ടായിരുന്നു. മാമൻ ഡൽഹി പോയിട്ട് വന്നതാണ്. അപ്പോൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. പിന്നെ ഇതൊക്കെയാണ് കൊണ്ടുവന്ന സ്വീറ്റ്സ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പുറത്തിരുന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു. അങ്കുനും കാച്ചുവിനും പുതിയ വാച്ചൊക്കെ മാമൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാച്ചു ആണെങ്കിൽ അതൊക്കെ കാണിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് അകത്ത് വന്നപ്പോഴത്തേക്കും മാമൻ വിസിറ്റ് ചെയ്ത സ്ഥലത്തിൻ്റെയും ഫുഡിൻ്റെയൊക്കെ ഫോട്ടോയൊക്കെ ഞങ്ങൾ കാണിച്ചു തന്നു. അവിടെ പോയ സ്റ്റോറീസൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അച്ഛൻ പോയി ബിരിയാണിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ബിരിയാണി കഴിക്കായിരുന്നു. ഞാൻ കുറച്ച് റൈസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, എനിക്ക് ഒട്ടും വിശപ്പുണ്ടായിരുന്നില്ല. ഇവിടെയാണെങ്കിലോ അങ്കുവും കാച്ചും കുഞ്ഞാപ്പനും ലെഗ് പീസിന് ഇടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ലെഗ് പീസൊക്കെ കിട്ടി, ബിരിയാണിയൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ട് അവർ വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ ബൈ.